പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സുപ്രധാനമായ ആ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ്. സരയു ഒടുവിൽ മനുവിന്റെ ചതി മനസ്സിലാക്കാൻ ഇടയാകുന്നു. മനോഹർ തന്നെ ഇത്രയും നാൾ വഞ്ചിക്കുകയായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് സരയു മാനസികമായി തകർന്നു പോയിരിക്കുകയാണ്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെ വിട്ടുകൊടുക്കാൻ താൻ തയ്യാറല്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന സരയു ഇതേ തുടർന്ന് മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി മനോഹറിന്റെ അടുത്തേക്ക് ചെല്ലുകയും മനോഹറിന്റെ മുഖത്തടിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് മനോഹർ എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്നു നിൽക്കുകയാണ്. ഇതേ തുടർന്ന് മനോഹറിനോട് ഇത്രയും നാൾ നീ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേടാ ചതിയ എന്ന് ചോദിക്കുകയാണ് അവൾ. അപ്രതീക്ഷിതമായ ഈ കാര്യം തിരിച്ചടിയായതിനെ തുടർന്ന് തൻ്റെ ചതികൾ അവൾ തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാക്കുകയാണ് മനോഹർ. ഇതോടെ മനോഹർ, മോളു, എന്തോ തെറ്റിദ്ധാരണ മോളുവിന് പറ്റിയിട്ടുണ്ടല്ലോ, എന്താണ് സംഭവിച്ചത് എനിക്ക് മനസ്സിലായില്ല. മോളു എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ട് എങ്കിൽ നമുക്ക് അത് സംസാരിച്ച് തീർക്കാവുന്നതാണ്. അല്ലാതെ മോളു ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് എന്താണ് കാര്യം? ഇത് കേൾക്കുന്ന സരയു, എടാ ചതിയ, നിന്റെ കള്ളത്തരം ഒരിക്കലും പുറത്തു വരില്ല എന്ന് കരുതിയോ? ഇത്രയും നാൾ നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ ഒരു വിഡ്ഢിയാക്കുകയായിരുന്നു. ഒരിക്കലും ഇങ്ങനെയൊരു ചതി ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. നിന്നെ അത്രയധികം ഞാൻ വിശ്വസിച്ചിരുന്നു. നിന്നെ ഞാൻ സ്നേഹിച്ചത് അത്ര ആത്മാർത്ഥതയോടെയായിരുന്നു. പക്ഷേ ചതിയനായ നീയോ എൻ്റെ ആ സ്നേഹം മുതലെടുത്തുകൊണ്ട് എന്നെ വീണ്ടും വീണ്ടും ചതിച്ചു. ഒരിക്കലും നിനക്ക് ഇതിന് മാപ്പ് തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് മനോഹർ. ഇതേ തുടർന്ന്, ഇറങ്ങടാ നാറി, എൻ്റെ വീട്ടിൽ നിന്ന് ഇനി ഒരു ദിവസം പോലും നിന്നെ ഇവിടെ കണ്ടുപോകരുത് എന്ന് വ്യക്തമാക്കുകയാണ് ഷാരി. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി എന്തു പറയും എന്നറിയാത്ത അവസ്ഥയിൽ വന്നു നിൽക്കുകയാണ് മനോഹർ. മറ്റു വഴികൾ ഒന്നും തന്നെ ഇല്ല എന്നും എല്ലാ ചതികളും പുറത്തായി എന്നും ഇതേ തുടർന്ന് മനോഹർ മനസ്സിലാക്കുന്നു. ഇതോടെ മനോഹർ വീണ്ടും, മോളു, നമ്മുടെ മകൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് ചോദിക്കുകയും അച്ഛനില്ലാതെ അവൾ വളർന്നാൽ എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തതിനെ തുടർന്ന് വീണ്ടും ആഞ്ഞടിച്ചിരിക്കുകയാണ് മുഖത്ത് സരയു. അപ്രതീക്ഷിതമായ ഈ അടിയിൽ ആകെ ഞെട്ടിപ്പോകുന്ന മനോഹർ എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്നു നിൽക്കുന്നു. ഇനിയൊരാളും എൻ്റെ കൂടെ വേണ്ട. എൻ്റെ കുഞ്ഞിനെ വളർത്താൻ എനിക്കറിയാം. അതിന് ആരുടെയും ഓശാരം എനിക്ക് ഇനി ആവശ്യമില്ല. ഇത്രയും നാൾ നിങ്ങൾ എന്നെ വഞ്ചിച്ചു. ഇനി ഞാനതിന് സമ്മതിക്കുകയില്ല. ഇത് എൻ്റെ തീരുമാനമാണ്. ഞാൻ അതിൽ ഉറച്ചു തന്നെ നിൽക്കുകയും ചെയ്യും. നീയെന്നല്ല, ഇനി ഒരാണിനെയും വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് അവൾ. അപ്രതീക്ഷിതമായ ഈ തിരിച്ചടിയെ തുടർന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ട അവസ്ഥ വന്നു എന്ന് മനോഹർ തിരിച്ചറിയുന്നു. മനോഹറിന്റെ ഈ അവസ്ഥ കണ്ട് രാഹുൽ പൊട്ടിച്ചിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.